കൊച്ചിയിൽ സ്പാ കേന്ദ്രീകരിച്ചുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളിൽ അന്വേഷണം 24 വാർത്തയെ തുടർന്നെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. അറസ്റ്റിലായ 2 പോലീസുകാർക്കും സ്പാ നടത്തിപ്പിൽ നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്ന് കണ്ടെത്തി. ഇരുവരെയും സസ്പെൻഡ് ചെയ്തുവെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ഈ കേസ് നമ്മൾ എടുത്തത് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ട് ശേഷമാണ് നമ്മൾ എടുത്തത്. നേരത്തെ ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു 24/7 ചാനലില് യൂട്യൂബിലെ ഒരു വാർത്ത വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട്. ആ എൻക്വയറിയുടെ ബേസിസിലാണ് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് സ്ഥാപനം റെയ്ഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇക്കാര്യത്തിൽ നമ്മൾ നൽകിയ വാർത്തയാണ് യഥാർത്ഥത്തിൽ പോലീസിനെ ഈ നിയമലംഘനത്തിലേക്ക്, ഈ പോലീസുകാരുടെ പങ്കടക്കമുള്ള ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് എത്തിച്ചത്, അന്വേഷണത്തിന് വഴി തെളിച്ചതെന്ന് കൃത്യമായി പറയാം അല്ലേ? വിജയകുമാർ, തീർച്ചയായും. കാരണം കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ തന്നെയാണ് അത് വ്യക്തമാക്കിയത്. 24 നൽകിയ വാർത്ത, അത് നഗരത്തിലെ സ്പാകൾ കേന്ദ്രീകരിച്ച അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ നൽകിയതിന്റെ വിവരത്തെ തുടർന്നാണ് പോലീസ് ഈ വിഷയം വിശദമായി അന്വേഷിക്കുകയും തുടർന്ന് അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തത്. ഇന്നലെ 8 പേരെയാണ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതിൽ ഒരാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉടമ കോട്ടയം സ്വദേശി പ്രവീണിനെതിരായിട്ടാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. തൊട്ടു പിന്നാലെ ഈ സ്പാകളുമായി ബന്ധമുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് നിലവിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ അവർക്ക് പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളതായും സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഏതായാലും ഈ കൊച്ചി നഗരം കേന്ദ്രീകരിച്ച സ്പാകളുടെ മറവിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മൾ പുറത്തുവിട്ട വാർത്തയിലാണ് പോലീസ് നടപടിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.